ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജീനയെ കൈയോടെ പിടിക്കാനായിട്ടോ സേതുമാധവൻ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, നീ എന്താടി മഞ്ഞൾ കലക്കിയതെന്ന് ചോദിക്കുമ്പോൾ, ഞാനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞ് അവർ പ്രശ്നം ഉണ്ടാക്കുക കേട്ടോ. തൊട്ട് പിറകെ ചെന്ന നമ്മൾ പല്ലവിയും ചോദിക്കുന്നുണ്ട്, എന്താ സേതുവേട്ട കാര്യം, എന്താ അവരെന്തിനാ ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യണം, കാര്യമുണ്ട് പല്ലവി, അവൾ തന്നെ അത് പറയടി, നീ എന്താ അതിൽ കലക്കിയത് പറയാൻ ഞാൻ എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടാണ് നിന്നെ ഇപ്പോൾ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, മര്യാദയ്ക്ക് പറഞ്ഞോ. അവസാനം ചെയ്ത കാര്യങ്ങൾ ക്യാമറയിൽ എടുത്തില്ലേ, അത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് അവൾക്ക് വിശ്വാസമാവുന്നത്. അവളങ്ങ് ചമ്മി നാറി നിൽക്കുവാണ്. എന്നിട്ട് ഒരൊറ്റ അടി അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ അടി നീ കലക്കിയെന്ന്. അപ്പോഴാണ് പറയുന്നത് ആസിഡ് എന്ന്. ഒന്നുകൂടെ പറഞ്ഞേ, ഞാൻ കേട്ടില്ല. അത് ആസിഡാണ്, മുഖം പൊള്ളുന്ന സാധനം. അയ്യോ, എന്തിനാ നീ ഇത് ചെയ്തത്, എന്താ ചെയ്തു കേട്ടാ, എന്തൊക്കെയായി കാണിക്കുന്നത്. അത് കല്യാണ പെണ്ണിൻ്റെ മുഖം പൊള്ളണമെന്ന് വിചാരിച്ച് തന്നെ ഞാൻ ചെയ്തതാണെന്ന് പറയാം. അത് ശരി, അപ്പോൾ നീ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതാണല്ലേ. നീ ഒരു കാര്യം ചെയ്യും, നിന്നെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. നിന്നെ ഇവിടെ ഞാൻ പൂട്ടിയിടാൻ പോവാ, പോലീസ് വരട്ടെ, നാളെ ആവട്ടെ, ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നിന്നെ ഞങ്ങൾ പോലീസിൽ ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പല്ലവിയോട് പറയാം. പല്ലവിയുടെ റൂമിലേക്ക് കൊണ്ടുപോയി പൂട്ടിയിട്. അവൾ നാളെ നേരം വെളുത്തിട്ട് ഒക്കെ ചടങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുറം ലോകം അവൾ കണ്ടാൽ മതി. പിന്നെ ഇവളെ ശ്രദ്ധിച്ചോണം, ഇവൾ പഠിച്ച കള്ളിയാ. ശരി സേതുവേട്ടാ, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് പല്ലവി അവളെ വലിച്ചഴിച്ച് റൂമിൻ്റെ അവിടെ കൊണ്ടുപോകാട്ടോ. റൂമിൻ്റെ അടുത്തെത്തി ഡോറ് തുറക്കുന്നതിന് മുമ്പേ പല്ലവീനെ മറിച്ച് തള്ളിയിട്ടിട്ട് അവൾ ഓടുന്നുണ്ട്. പക്ഷെ അവിടെ ഇരുന്ന് വെള്ളം കുടിക്കുന്ന കുപ്പീരെ ബോട്ടിലെടുത്തിട്ട് പല്ലവി എറിയാണ് കേട്ടോ. അവളുടെ കാലി തട്ടിയിട്ട് അവൾ മറിഞ്ഞു വീഴുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് വീണ്ടും വലിച്ചഴിച്ച് പിടിച്ചുകൊണ്ട് വരുന്നതും പല്ലവിയെ മറിച്ച് തള്ളിയിട്ടിട്ട് അവൾ ആ സ്റ്റെയർക്കേഴ്സ് അത്രയും ഇറങ്ങി താഴെ ഇറങ്ങി ഓടി രക്ഷപ്പെടുക കേട്ടോ. അങ്ങനെ പല്ലവി പുറകെ ചെന്നിട്ടൊന്നും ഒരു രക്ഷയില്ല, അവൾ ഓടിക്കളഞ്ഞു. ഇത് കണ്ടിട്ട് സേതുമാധവൻ ഓടി വരികയാണ്. എന്ത് പറ്റിയെന്നും പറഞ്ഞിട്ട്. അപ്പോഴാണ് പല്ലവി പറയണത്, സേതുവേട്ടാ ദേ അവൾ പൊക്കളഞ്ഞല്ലോ, ഇനി എന്താ ചെയ്യുക, എന്ത് ചെയ്യാനാ, ഞാനിനി എന്ത് ചെയ്യാനാ സേതുവേട്ടാ, എന്നോട് ക്ഷമിക്ക്. സാരമില്ല പോട്ടെ, എന്തായാലും ഈ കാര്യം ഇവിടെ ആരോടും പറയണ്ട. നമ്മുടെ ഈവൻറ്റ് മാനേജ്മെൻറ്റിന് അതൊരു പ്രശ്നമാവും, നമ്മുടെ ഓർഡറിനും കാര്യങ്ങൾക്കൊക്കെ പിന്നീട് പ്രശ്നങ്ങളായാലോ. അതുകൊണ്ട് തൽക്കാലം ഇതൊന്നും പറയണ്ട, നാളെ ആവട്ടെ. എന്തായാലും ഇനി എല്ലാ കാര്യത്തിനും ജാഗരൂകരായിട്ട് തന്നെ നമ്മൾ ഇരിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ എന്ത് ചെയ്യുമായിരുന്നു പാവം ബാലേട്ടൻ്റെ ഈ ഒരു നല്ലൊരു കാര്യത്തിന് നമ്മളായിട്ട് ഒരു തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയാട്ടോ. അങ്ങനെ മഞ്ഞളും കാര്യങ്ങളും എല്ലാം അവിടെ പുതിയതായിട്ട് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ എല്ലാവരും കൂടെ ചേർന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മഞ്ഞ നമുക്ക് എല്ലാവരുടെയും മുഖത്ത് തേക്കുകയൊക്കെ ചെയ്താലോ. അപ്പോൾ പല്ലവി നോക്കുമ്പോൾ എല്ലാവരും ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അതേപോലെ ഇപ്പോൾ മഞ്ഞ പോയത് അത് നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് പഴകിയതായതുകൊണ്ട് തന്നെയാണ് നമ്മളത് മാറ്റിയത്, പേടിക്കണ്ട. എന്തായാലും ആഘോഷമാക്കണം നമുക്ക് ഈ മഞ്ഞൾ കല്യാണം. നമുക്കൊരു ഡാൻസിൽ തുടങ്ങിയാലോ എന്ന് പറയാട്ടോ. അങ്ങനെ ആര്യനും ആകാശവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കാനായിട്ടോ. പാട്ടും ആ പാട്ടിൻ്റെയും ഡാൻസിൻ്റെ ഇടയിൽ കൂടി തന്നെയാണ് ശ്രീദേവിക്കും അതുപോലെ ആനന്ദിനും മഞ്ഞൾ കലക്കി തലയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ടാണ് അത് ചെയ്യുന്നത്. ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് തളർന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ആര്യൻ നേരെ സേതുവിനോട് ചെന്ന് പറയുന്നുണ്ട്, സേതു ഇത്രയൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, കൊള്ളാം, പക്ഷേ അടിപൊളിയായിട്ടുണ്ടെന്നെല്ലാം പറയാം കേട്ടോ. അപ്പോൾ എന്തിനാ നിങ്ങൾ ആ മഞ്ഞ തട്ടിക്കളഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സേതുമാധവൻ പെട്ടെന്ന് മനസ്സിൽ ആലോചിക്കുകയാണ്, എന്തായാലും ആര്യനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ, ഒരാളെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അല്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പോൾ ഒരാളറിഞ്ഞ് രണ്ടാളറിഞ്ഞ് അത് ശരിയാവത്തില്ല, അവർക്ക് വെറുതെ എന്തിനാ ടെൻഷൻ കൊടുക്കണത്, വേണ്ട ആര്യനെ അറിയണ്ട എന്നും പറഞ്ഞാൽ ആര്യനോട് അത് പറയണില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട്, എന്താ സേതു മുഖം വല്ലാണ്ടിരിക്കണേ. ഒന്നുമില്ല, ഓരോ കാര്യങ്ങളുടെ തിരക്കിൽ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമല്ലേ, അതൊക്കെ കൊണ്ടാന്ന് പറഞ്ഞ് സേതു അവിടെ നിന്ന് തടിതപ്പ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ആരും തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തോ സേതു മറയ്ക്കുന്നുണ്ട്, എന്നോടെന്തോ പറയണമെന്നുമുണ്ട്, എന്നിട്ട് പറയുന്നുമില്ലല്ലോ, എന്താ പ്രശ്നമെന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ആര്യൻ നിൽക്കുക കേട്ടോ. അങ്ങനെ ആര്യൻ നേരെ ബെഡിലേക്ക് ചെന്ന് കിടക്കാൻ വേണ്ടി റൂമിൽ പോവുക. ഒരു റൂമിലേക്ക് ആകാശവും ആനന്ദവും ആര്യനും ഉണ്ട് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ആര്യൻ ബെഡിലൊക്കെ ചാടി മറിഞ്ഞ് രസമായിട്ടൊക്കെ കിടക്കുവാണ്. അപ്പോൾ ആനന്ദ് വിചാരിക്കണുണ്ട്, ഇവന്മാരെല്ലാം ഒന്ന് നേരത്തെ ഉറങ്ങിയായിരുന്നെങ്കിൽ ശ്രീദേവീനെ ഒന്ന് വിളിക്കായിരുന്നു എന്ന് ചിന്തിക്കുക കേട്ടോ. അപ്പോൾ ശ്രീദേവീനെ വിളിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ആ സമയത്താണ് പെട്ടെന്ന് ആര്യം പറയുന്നുണ്ട്, പിന്നെ എന്താ ചേട്ടൻ ഇങ്ങനെ ആലോചിച്ചിരിക്കണം. ഒന്നുമില്ല, പോടാണേറ്റ്, ഓരോ കല്യാണത്തിന് നാളെ
നാളത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കണം, വേറൊന്നും ഇല്ലയെന്ന് പറയാം. അങ്ങനെ ആര്യനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി മാറിപ്പോകണം കേട്ടോ. എന്തായാലും മാമനെ മാത്രം കണ്ടില്ല, ധർമ്മനെ. ഈ ധർമ്മ മാമൻ എങ്ങോട്ട് പോയി, ഒന്ന് അന്വേഷിക്കണമല്ലോ എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകാനാണ് ധർമ്മൻ മാമൻ, എവിടെയും പോവില്ല, ഇവിടെ തന്നെ കാണും. അങ്ങനെ നമ്മുടെ കൂടെ ഇല്ലാതെ വേറെ എങ്ങോട്ടെങ്കിലും പോയെങ്കിൽ പുള്ളിക്കാരനെ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അത് അന്വേഷിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് ആരും നേരെ അന്വേഷിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ഈ സമയം തന്നെ അനൂജയുടെ ഭർത്താവും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്നും വിചാരിച്ചിട്ടാണ് അനൂജയുടെ ഭർത്താവ് കറങ്ങി കറങ്ങി നടക്കുന്നത് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് രാമേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ രാമേട്ടനോട് പറയുന്നുണ്ട്, രാമേട്ടാ കഴിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ലേ, എല്ലാം കഴിക്കാൻ തോന്നുന്നു എന്ന് പറയാം. എന്താ നീ രാവിലെ ഒന്നും കഴിച്ചില്ലേ? കഴിച്ചു, വീണ്ടും വിശപ്പടിച്ചു, അതുകൊണ്ടാണ്. നന്നായി. പിന്നെ അതല്ല, ആഹാരമൊക്കെ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ട്, ഇതൊക്കെ നോക്കണ്ടേ, അതിനൊക്കെ വേണ്ടിയിട്ടാന്ന് പറയാം. എനിക്ക് നിന്നെ മനസ്സിലായിടാ, ഞാൻ പോയി ബാലനോട് എല്ലാം പറഞ്ഞു കൊടുക്കാൻ, നിനക്ക് ഇവിടുത്തെ ആഹാരങ്ങളും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പോയി പറയാട്ടോ. അയ്യോ പറയല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ രാമേട്ടൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് രാമോട്ടൻ അങ്ങോട്ട് പോവാട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്